ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇതാ ബാഗിലാക്കി ഒരു ഗോഡൌണിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അവിടെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിൽക്കുന്നത് മീനുവിന്റെയും മിഥുന്റെയും ഒക്കെ തറവാട് വീടാണ്. തല്ലിപ്പഴിപ്പിക്കാൻ പോകണം, തല്ലിപ്പഴിപ്പിക്കാൻ. പച്ചക്ക് പെട്ടെന്ന് ഒരു വർഷം പോയി അറിഞ്ഞില്ല. നമ്മൾ സാധനം കയറ്റി കഴിഞ്ഞു. ഇനി ആ സാധനം വണ്ടി അവിടെ എത്താറായി, എത്തിക്കഴിഞ്ഞ് കാണും. നമ്മളിനി അവിടെ പോയി സാധനം ഇറക്കണം. നമ്മുടെ പാക്കിംഗ് പരിപാടി തകൃതിയായി നടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വിഷമമാണ്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോഴത്തേക്ക് എന്താ പറയാനാ, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് വിഷമമാണ്. ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഇതാ ബാഗിലാക്കി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ്, അതായത് ഇത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇതാ മീന് പെട്ടെന്ന് ഇതാ ഇരുന്ന് അത് കേട്ട് കാണില്ല. അങ്ങനെ ഇതാ മീനും ഇതാ അമ്മുവിന്റെ കിടിപിടീസ് എല്ലാം കൂടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മുവിന്റെ പഴയ കളിപ്പാട്ടവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ ഇതാ ഓരോ പെട്ടിയിലായിട്ട് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാണ്. ഫസ്റ്റ് കെടുവാണേ. കാര്യം ഇതിപ്പോ കുറച്ച് ഈ കൊണ്ടുപോകേണ്ട ഡ്രസ്സുകളാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെയുള്ള പാത്രങ്ങൾ, നമ്മുടെ ഫർണിച്ചർ കാര്യങ്ങൾ അതെല്ലാം ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിചാരിച്ചു ഈ ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കാന്നുള്ള പ്ലാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ പോവാണ് എന്തൊക്കെയാണെന്നുള്ള വിവരം നിങ്ങൾ ചിലപ്പോൾ എന്താ പറയാനാ പറയാം. ഓക്കെ, ഇനി എന്തായാലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഓരോ ഇത് കണ്ടിന്യൂ ആയിട്ടല്ല, ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇനിയിപ്പോൾ സോഫ സെറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു 4-5 ദിവസത്തിനകത്ത് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. എൻ്റെ സുഹൃത്തുക്കളെ, വളരെ വിഷമവും പരിതാപകരമായിട്ടുള്ള വാക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ പറയുക, ലൈഫിൽ ഇത് നമുക്ക് ഈ സ്ഥലവും സ്പേസ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാര്യം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ശരിക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സുഹൃത്തുക്കളെ ഇത്. ഇനി എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും ഇതെല്ലാം നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ അടുത്ത സെക്ഷനിൽ കാണാം. സെക്കൻഡ് ഡേ എന്നല്ല, ഓരോരോ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുകയാണ്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു 6 പെട്ടിയോളം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ 6 പെട്ടിയിലായിട്ട് എനിക്കൊരു പെട്ടി, അമ്മൂനൊരു പെട്ടി, മീനുവിനൊരു പെട്ടി, ബാക്കി കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുപോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പഴയ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, അതെടുത്ത് വെച്ചപ്പോൾ മാത്രം തന്നെ ഒരു പെട്ടിയിൽ മുകളിലായി. അപ്പോൾ ഇനി കുറേ പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് എവിടെ വെക്കും എന്നുള്ള ആലോചനയിലാണ് സുഹൃത്തുക്കളെ. ഇത് എൻ്റെ പഴയ ഡ്രസ്സാണ്. അതിനകത്ത് മിക്സ്ഡ് ആണ്, എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെയാണ്. ഇതാ ഇത് ഇനി പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ, അത് ഇനി എവിടെ വയ്ക്കും, വെയിറ്റും. ഇത് മീനുവിൻ്റെ. അങ്ങനെ സെറ്റല്ലേ? രാവിലെ 8:30 മണിക്ക് തുടങ്ങിയതാണ്. ഒരു 2% ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, എന്താണ് പരിപാടി? ഇനിയിപ്പോ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ നമ്മൾ കുറച്ച് മാറ്റി നമുക്ക് വേറെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ കൊണ്ട് ഡംപ് ചെയ്യണം. വീടാണോ ഗോഡൗൺ ആണോ? അതിപ്പോ അതന്നെ, അത് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരു വീടാണ്. ആ വീട്ടില് പാവപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇച്ചിരി പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നു. മനസ്സിലായില്ലേ? നമുക്ക് സഹായിക്കാനല്ലേ പറ്റൂ. ആ വീട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. പ്ലീസ് കാ. പെട്ടി കൂടെ എടുത്തിട്ട് പോ. ഓ യെസ്, പെട്ടി ഇതാ എടുത്തോണ്ട് മുക്കിട്ടിരിക്കുന്നു. പണിക്കാരനായ ബംഗാളി നമ്മുടെ ലഗേജ് എല്ലാം വണ്ടിയിൽ കയറ്റി
ഹലോ, എന്താണ്? എന്താണ് വരുന്ന? നിന്നെ കൂടെ കേറ്റാ വണ്ടിയില്ലേ? കേറ്റാൻ പോവാ? ഓ, കേറ്റാൻ പോവാ നിന്നെ കൂടെ. കയറിക്കോ. ടാറ്റാ, ബൈ ബൈ. വീട്ടിൽ പോവാ. ശരി, അങ്ങനെ നമ്മളുടെ സാധനങ്ങളെ ജംഗമ വസ്തുക്കളെല്ലാം എല്ലാമല്ല, കുറച്ച് ഒരു 10% ഡ്രസ് മാത്രം എടുത്ത് നമ്മൾ ഇതാ പോവാണ്. നമ്മളുടെ ഒരു ഗോഡൌണിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. അവിടെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവരെ കൂടെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നമ്മുടെ ഫ്ലാറ്റിനടുത്തുള്ള ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട്. അവിടെ അടിപൊളി പേരക്ക ജ്യൂസൊക്കെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുപ്പിക്കാമെന്ന് വിചാരിച്ചു. പേരക്ക ജ്യൂസ് എങ്ങനെയുണ്ട്? പേരക്ക ജ്യൂസ് അടിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളിനെ ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോകാം. ആ പാവപ്പെട്ട വീട്ടിൽ പോവാം. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആള് ഇയാളാണ്. പെട്ടിയൊക്കെ മുകളിൽ കൊണ്ടുവച്ച് നമ്മളെ പാക്കിംഗ് എല്ലാം ചെയ്ത് തരുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ആള് ഈ ആളാണ്. ജിങ്കി ചക്കി ചാക്ക ജിങ്കി ചക്ക, ജിങ്കി ചക്കി ചാക്ക ജിങ്കി ചക്ക. അങ്ങനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം മുകളിലോട്ട് കയറ്റി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ആ കയറ്റുന്ന പാടൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ സെറ്റാക്കി. ഇത് മീനുവിൻ്റെ വീടാണ്. അതെ, സെറ്റായി. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇനി ഫുൾ പാക്കിംഗ് എല്ലാം ഇവിടെ നിന്നാണ്. ഇവിടെ ഉണ്ടായിരുന്നു കിടക്കാണ്. ഭയങ്കര ചൂട്. ഇനിയിപ്പോൾ ചൂട് കൂടുമില്ല. അപ്പോൾ കോട്ടുക്കുണം വാങ്ങാം. ഇപ്പോൾ നിൽക്കുന്നത് മീനുവിൻ്റെയും മിഥുൻ്റെയൊക്കെ തറവാട് വീടാണ്. അച്ഛൻ്റെ മാമൻ്റെ തറവാട് വീടാണ്. ഇതിൻ്റെ പുറകെയാണ് ഇപ്പോൾ മീനു ഒക്കെ താമസിക്കുന്നത്. ഇവിടെ ഒരു അങ്കിളുണ്ട്, അങ്കിളൊരു താമസമായിട്ട്. അപ്പോൾ ജസ്റ്റ് നേരത്തെ സംസാരിച്ചത് ആ അങ്കിളാണേ. അപ്പോൾ ആ പഴയ വീടൊന്ന് കാണിച്ചു തരാം. ഈ തറവാടിൻ്റെ മുന്നിലാണ് ഈ മാവൊക്കെ ഉള്ളത്. ഈ കോട്ടക്കുട മാങ്ങയും ചക്കയും എല്ലാം ഉണ്ട് ഇവിടെ. പഴയ തറവാട്. അതെ 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 അതെ. നേരത്തെ ഓടായിരുന്നു, പിന്നെ മാറി. ഇവിടെ ഒരു ഇത് പഴയ പത്തായം അല്ലേ? ആണല്ലേ? പഴയ പുരാവസ്തു. ആ, അത് ശരി. അതായത് എനിക്ക് തോന്നുന്നു ഒരു 10-50 വർഷത്തിന്റെ മുകളിലെ പഴക്കമുണ്ട്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുറേ ആൻറ്റിക്ക് പോലത്തെ സാധനങ്ങൾ, പിന്നെ ഈ പത്തായം പഴയ വുഡിലൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു ഇതാണ് മീനുവിൻ്റെയൊക്കെ റൂം. ഇതായിരുന്നു ഞാൻ അത്തയുടെ മാമൻ്റെ റൂം ഇതായിരുന്നു. എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ? മിഥുനും മീനും ഒക്കെ ഉണ്ടായിരുന്ന ചെറിയ റൂമിലാണ്, ഈ റൂമിലാണ് അവർ കഴിഞ്ഞത്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പൂജാ റൂം. ശരി ശരി. അടുക്കള ഇതാണ് അവരുടെ അടുക്കള. അന്ന് ഈ ഗ്യാസ് സ്റ്റൗ ഒന്നും ഇല്ലായിരുന്നു. ഈ ഇതിലാണ് അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മിക്കല്ല്, വലിയ അമ്മിക്കല്ല്. ഇപ്പോഴൊക്കെ കുഞ്ഞ് അമ്മിക്കല്ലല്ലോ. കുഞ്ഞില് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന സമയങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കര ഇപ്പോഴൊന്നുമില്ല. പണ്ട് ചെറിയ ചെറിയ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ടാണ് വീട് വെച്ചിരുന്നത്. പണ്ട് ഓടായിരുന്നു. അതെ. അപ്പോൾ ഇപ്പോഴ് ഇതിൻ്റെ ഫ്രണ്ടിൽ വാഴയും കാര്യങ്ങളൊക്കെ നട്ടിരിക്കുകയാണ്.
ആ കണ്ട കുഞ്ഞ് അടുക്കളയാണ്. ഈ കുഞ്ഞ് അടുക്കളയിൽ നിന്ന് ഈ കുഞ്ഞ് വീട്ടിൽ നിന്നൊക്കെയാണ് ആ ഒരു വലിയ വീട്ടിലേക്കൊക്കെ മാറിയത്. മാമൻ്റെയൊക്കെ ഒരു വലിയൊരു കഴിവും ഒരു ഹാർഡ് വർക്കൊക്കെ കാരണം അവിടെ എത്തിയതാണ്. ഒരിക്കലും പറ്റാത്ത കിണർ അല്ലേ, എപ്പോഴും നിറഞ്ഞു കിടക്കും അല്ലേ. പക്ഷെ ഇപ്പോൾ അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും കിണറിരിക്കുകയാണല്ലേ. രഘു അല്ലേ, എവിടെ നാട്? തക്കാട്. വലിയ ശാല. ആ ഓക്കെ ശരി. എങ്ങനെയുണ്ട് വീട്? വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഐശ്വര്യം ഉണ്ടല്ലേ. ഐശ്വര്യം മാത്രമല്ല, എന്റെ മനസ്സിനിണങ്ങിയ വീട്, ഒരു തനിമ നിറഞ്ഞ ഒരു അന്തരീക്ഷം. അതെ. നേരത്തെ കുറെ ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാം വൃത്തിയാക്കി അടിപൊളിയാക്കി എടുത്തത് ഞങ്ങളാണ്. മൊത്തം ആവാഹിച്ച് മാറ്റേണ്ടതൊക്കെ ആവാഹിച്ച് മാറ്റി. വീടിന്റെ പുറകുവശം ഇതാണ്. ഇവിടെയൊക്കെ എന്താ പറയാ, കാട് പിടിച്ച് കുറേ നാൾ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഈ അങ്കിളാണ് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തത്. പാമ്പൊക്കെ കുറേ കണ്ടമാനം വരുന്ന സ്ഥലമാണ്. ഈ പഴയ വീടിൻ്റെ പുറകെ ഒരു വലിയൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ ഒക്കെ മൂടിയിട്ടാണ് ഇവിടെ വീട് വെച്ചേക്കുന്നത്. അങ്ങനെ ഒരു സംഭവമാണ്. ആ കുളവുമായിട്ട് ചേർന്ന് ഒരു പറങ്കിമാവ് ഉണ്ടായിരുന്നു. ആ പറങ്കിമാവ് എന്താ പറയുക, ശരിക്കും മറ്റേ ഇതുണ്ടല്ലോ പറങ്കിമാവിൻ്റെ ആ ഒരു മാങ്ങ, പിന്നെ അത് നമ്മളെപ്പോഴും വന്ന് കഴിക്കാറുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ആ കുളം ഉണ്ടായിരുന്നത്. നമ്മൾ ആക്ച്വലി ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല, ഈ മാങ്ങ പറിക്കാൻ വേണ്ടി പോയപ്പോൾ പഴയ കഥകളും ആ വീടൊക്കെ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇതൊക്കെ നമ്മൾ അറിയേണ്ടതും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എപ്പോഴും ഒരു വീഞ്ഞു പോലെ നമ്മുടെ യൂട്യൂബിനകത്ത് എപ്പോഴും കാണും. എനിവേ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്ന കഥയൊക്കെ ഇപ്പൊ ഇവിടെ ആയിരുന്നു കുളം ഉണ്ടായിരുന്നത്. അതെ തന്നെ, 16 സെന്റ് കുളമായിരുന്നു കേട്ടോ. അതൊരു ഒരിക്കലും ശരിക്കും മീനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു, കുളിച്ചോണ്ടിരുന്ന സ്ഥലമായിരുന്നു. അപ്പം അതൊക്കെ മൂടിയിട്ടാണ് ഇവിടെ വീടും കാര്യങ്ങളൊക്കെ വന്ന്. ഫുള്ള് പാറയാണ് ഇവിടെ, ഈ സൈഡ് മൊത്തം ഫുള്ള് പാറയാണ്. എങ്ങനെയുണ്ട്? ഫ്രഷ് മാങ്ങ, ഒരു കരിക്ക് മാങ്ങ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എൻ്റെ മാത്രം ഒരു ചിന്തയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. തോർത്തിൽ നമ്മൾ എന്തൊരു മണമാണ് നോക്കുന്നത്. പൊന്നു, ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെ പോകും അവിടെ? ഇതൊക്കെ ഓടി നമ്മുടെ വേണ്ട തല്ലിപ്പഴിപ്പിക്കാൻ പോകണം. തല്ലിപ്പഴിപ്പിക്കും. പച്ചക്ക് കിട്ടിയോ? എങ്ങനെയുണ്ട്? ഊണൊന്നും കഴിഞ്ഞില്ല ഇല്ലേ? മോര് സംഭാരം. നല്ല ഇഞ്ചിയൊക്കെ ഇട്ട, ഇഞ്ചി നല്ല കരിവേപ്പിലയൊക്കെ ഇട്ട അടിപൊളി മോരും തണുത്ത ഒരു പീസ് മാങ്ങ ചതച്ചതും. ഇതിന് ഒരു എപ്പിസോഡ് എടുക്കാം, പറയാൻ വാക്കുകളില്ല. അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. അടിപൊളി. എപ്പോഴുണ്ടോ അത്? ഒരു സന്തോഷമല്ല ഈ മാങ്ങയുടെ ഓർഡർ വന്നിട്ടുണ്ട്. അല്ല മാങ്ങ ഒരു പീസ് എടുക്കണം.
ഞാനല്ല ഓർഡർ താനല്ല ആയിക്ക് ചതച്ചതാക്കും. അമ്മ ഇപ്പഴാണ് കണ്ടത്. മാങ്ക തോർത്തിലോട്ട് നമ്മ അടിച്ച് തിന്നാര്. ഓഹോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലീനിങ്ങും ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള എന്താ പറയാ, നമ്മുടെ ലഗേജസ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ വീടൊക്കെ ഇന്ന് കുറച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കാം. മൈ വൈഫ് പ്ലീസ് കം. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഹാപ്പിയിലാണോ സാഡ്നെസ്സിലാണോ? സാഡ് ആണ്, ബിക്കോസ് ഈ ഫ്ലാറ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അപ്പോൾ എന്താ പറയാ, ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. കാര്യം ഞങ്ങൾ 1 വർഷം ഉണ്ടായിരുന്നോളെങ്കിലും ഇതിനകത്തുള്ള ഓരോ സെക്കൻഡും അടിപൊളിയായിരുന്നു. വഴക്കും ഹാപ്പനിങ്ങും എല്ലാം. വഴക്ക് കൂടുമെങ്കിലും ഞങ്ങള് എന്താണ് നമ്മള് വീണ്ടും നല്ല രസമായിരുന്നു. വഴക്കില്ലെങ്കിൽ പിന്നെ എന്താ മോനെ സന്തോഷം. അപ്പൊ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കാൻ പോവാണേ. ഈ കൈ ഇങ്ങനെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു പാവം പൈസനാണ് ഞാൻ. അമ്മ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഈ ഫിംഗർ ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഇപ്പോ സെക്കൻഡ് ലെവൽ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് പാത്രങ്ങൾ, കിച്ചൺ ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. കിച്ചൺ എക്യുപ്മെന്റ്സ് കുറേയൊക്കെ നമ്മളെ സുഹൃത്തുക്കൾക്കും കസിൻസൊക്കെ കൊടുക്കുകയാണ്. മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്പോസ് ചെയ്യും. ഈ ചാക്കിൽ കെട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച ആ വീട്ടിലല്ലേ കൊണ്ടുപോയിരിക്കുന്നത്? അതാ ഓക്കെ. ആ വീട്ടിൽ തന്നെ ആ ബോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന സെറ്റല്ലേ? വിഷമമുണ്ടോ വീട് ഫ്ലാറ്റ് പോകാൻ? വിഷമമുണ്ട്, പിന്നെ വിഷമമില്ലാണ്ടിരിക്കുമോ? കാരണം നമ്മൾ ഒത്തിരി സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ഒരു വീടാണ്. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആർക്കൊരു ലെഷർ ടൈം കിട്ടിയാലും ഏത് സമയവും ഓടിയെത്താൻ പറ്റുന്ന ഒരു സ്പേസാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതുപോലെ തന്നെ അങ്ങനെ ആ രീതിയിൽ വന്ന് ചെയ്ത് നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരു സ്പേസാണ് നമുക്ക് ഇല്ലാണ്ടാവുന്നത്. കുഴപ്പമില്ല, ലൈഫിന്റെ ഓരോ പാർട്ടാണ്. വിധിയൊന്നുമല്ല, നമ്മള് എല്ലാരും നല്ല രീതിയിൽ വരട്ടെ അല്ലേ, നമുക്ക് അവിടെ എത്താം, നമ്മളങ്ങെത്തും. അതെ, ഈ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് വേറെ ഒരു നമുക്കൊരു പീക്ക് പോയിന്റ് നമുക്ക് എവിടെയെങ്കിലും റെഡിയാക്കാം അല്ലേ? വർഷത്തില് നമ്മൾ എപ്പോഴും കൂടുന്നതിനേക്കാളും ഭയങ്കര മധുരമാണ് വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം കൂടുന്നത്. അങ്ങനെ എന്തായാലും നമുക്ക് സെറ്റാക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടെ ഇവിടെ കിച്ചൺ ഒരു എന്താ പറയാ, ഒരു ദിവസത്തെ കുക്കിങ്ങും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ. നാളെ നന്ദുവിന്റെ വക ഗ്രിൽ. അത് കഴിഞ്ഞിട്ട് ആ ഗ്രില്ലിന്റെ ഗ്രേവി ഉപയോഗിച്ചിട്ടുള്ള ബിരിയാണി. അതെ, അപ്പൊ അതും കൂടെ നമ്മള് സെറ്റ് ചെയ്യാം. അത് ഗ്രേവിയും മറണം, ഉപ്പും കൂടണം. എന്തൊക്കെ സംഭവിച്ചേ? മഞ്ഞപ്പൊടി എടുത്ത് കടയിൽ നിന്ന് മേടിക്കും. ഏതാ കല്യാണ ചെറുക്കനാണ്. അപ്പോ എന്ത് പറയാനാ, ആ ഒരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ട്. നിന്നില്ല. അവിടെ ഹണിമൂൺ എവിടെയാണ്? ഹണിമൂൺ തോന്നുന്നുണ്ട് നമ്മൾ സർപ്രൈസ് അല്ലേ? അതെ, വ്യൂവേഴ്സിന് ആർക്കും അറിയത്തില്ല ഇവരെവിടെയാണ് പോകുന്നത്, എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. നമ്മളും ഇപ്പൊ ഒരു 5 ദിവസം ഒരു മാസമായിട്ട് നമ്മൾ കളയായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര എല്ലാവരും ഷോക്കിലാണ്. എന്നാലും എന്ത് ചെയ്യാൻ,
അവര് അല്ലേ ഏറ്റവും കൂടുതൽ സങ്കടം എനിക്കാണ്. കല്യാണത്തിന് ഇവരില്ല, അതിന്റെ ഒരു സ്പേസ് ആ സ്പേസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പിന്നെ ഞാൻ ഭയങ്കര വിഷമം. എന്നും ബിയർ അടിക്കുന്നുണ്ട്. സാമ്പാർ അല്ലേ? കുമാർ കഫേലെ സാമ്പാർ. കുമാർ കഫേയിലെ സ്പെഷ്യൽ സാമ്പാർ ഭയങ്കര കൺസിസ്റ്റന്റ് ആണ് സാമ്പാർ. കറക്കും ഖാന ഇത് അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അടുത്ത ആഴ്ചയിലെ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടി ചമ്മന്തി ഉണ്ടല്ലോ, ഈ തേങ്ങ ഇങ്ങനെ കഴിഞ്ഞാൽ എല്ലാ മത്സരങ്ങളിലും കൂടി ഏറ്റവും അധികം പോയിന്റ് ലഭിക്കുന്ന ടീമിലെ ഒരാളാകും അടുത്ത ക്യാപ്റ്റൻ. ഇത്തരത്തിൽ ഓരോ ടീമിലും പ്ലേറ്റിലെ എല്ലാ ആഹാരങ്ങളും കഴിച്ചു തീരുന്നത് വരെ മത്സരിക്കുക. സാമ്പാറാണ് ഹൈലൈറ്റ് അല്ലേ? സാമ്പാർ രക്ഷയില്ല. അതായത് കുമാർ കഫേലെ സാമ്പാറും അപ്പവും വേണമെന്ന് പറഞ്ഞു. രക്ഷയില്ല. കറക്റ്റ് ഇതായിരുന്നില്ല. ഫ്ലാറ്റിലെ ലാസ്റ്റ് ഡേ ആണ്. വിഷമമുണ്ടോ? ഫ്ലാറ്റിൽ നിന്ന് മാറണ്ട. നമ്മുടെ ഫേവറേറ്റ് സ്റ്റാർലൈറ്റ്സ് ആണ്. ഈ ബാൽക്കണി ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാൻ ഭയങ്കരമായിട്ട് എന്താണ് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്ത ബാൽക്കണിയാണ്. പെട്ടെന്ന് ഒരു വർഷം പോയി അറിഞ്ഞില്ല. ബൈ. This is so much clean. This is so much clean. നമ്മുടെ ഈ ലിഫ്റ്റ് കയറി ഇനി അങ്ങ് പോകണം. വേണ്ട പ്ലീസ്. പിന്നെ ഈസി ആയിട്ട് ലാൻഡ് ചെയ്തു. എണീറ്റിരുന്ന ഈ മെത്ത എടുത്തോണ്ട് പോവായിരുന്നു. എണീക്കൂ. ഇവിടെ ഇപ്പൊ പൊക്കണ്ടേ? ഇങ്ങനെയൊന്നും അല്ലടാ, നമുക്കിന്ന് പോണ്ടേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധനം കയറ്റി കഴിഞ്ഞു. ഇനി ആ സാധനം വണ്ടി അവിടെ എത്തിക്കഴിഞ്ഞു കാണും. നമ്മളിനി അവിടെ പോയി സാധനം ഇറക്കണം. പിന്നെ അതെല്ലാം കയറ്റാൻ പോണത് വൈശുവാണ്. ഇത്രയും സമയം നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതെ, ഒന്നും അറിഞ്ഞില്ല. അതെ. ഈ തല അങ്ങനെ വളരെ പാടുപെട്ട് നമ്മൾ മുകളിൽ കയറ്റിയിരിക്കുവാണ്. എല്ലാം സെറ്റ് ചെയ്തു. കട്ടിലല്ലേ? ഫ്ലാറ്റിലെ കട്ടിൽ ഇവിടെ വന്നു. നമുക്ക് കൊണ്ടുപോകേണ്ട സാധനം ചെടിച്ചട്ടി കൊണ്ടുപോകുന്നത് നന്ദുവാണേ. കാണിച്ചിട്ട് പോകും വീഡിയോയിൽ. ആ, പലതരമല്ല. ഓക്കെ, ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ വരേണ്ട ഗസ്റ്റ് ആണ്. ഇപ്പോൾ ഫൈനലി നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നിരിക്കുവാണേ. കാണണ്ടേ അഞ്ജലി? നമ്മുടെ ഷോർട്ട് ബ്രേക്കിൽ ആദ്യമായിട്ടാണ് അഞ്ജലി വരുന്നത്. നമ്മുടെ നന്ദുവിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. ഓക്കെ, ശരി. ഇവനാണ് കല്യാണ ചെറുക്കൻ. കല്യാണത്തിന് നമ്മളില്ല. കല്യാണം നമ്മളില്ലാത്തതിന്റെ വിഷമം അവർക്കുണ്ട് ഇല്ലേ? നന്നായിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മള് സെക്കൻഡ് ടൈം വരുമ്പോഴത്തേക്ക് നമുക്ക് പൊളിക്കാം. അപ്പോഴും നിങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല. നിങ്ങൾ ഓൺ സൈറ്റ് മേടിച്ച് വേറെ എവിടെയെങ്കിലും പോവില്ല.
ഇതാണ് നമ്മുടെ ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യം വാങ്ങിയത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ്. എനിക്ക് ഇതിന്റെ കളക്ഷനൊക്കെ കുറെ ഉണ്ട്. ഇത് ഞാൻ കൊടുക്കുന്നത് രാകേഷിനാണ്. താങ്ക് യു. ഇത് കാര്യമാണല്ലോ. നിനക്ക് എന്തിനാ അതിന്റെ ആവശ്യം ഉണ്ടോ? നിനക്ക് ഇതായതിന് വേണോന്ന്. കല്യാണ വിശേഷങ്ങൾ എന്തായി? കല്യാണം വിളിച്ചു കഴിഞ്ഞോ? ഓക്കെ. ആരാണ് വിളിക്കാൻ പോകുന്നത്? കല്യാണം ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ് 1-2 എടുത്തു. ഓക്കെ. കല്യാണത്തിന് മുമ്പുള്ള ബാച്ചിലർ പാർട്ടി എന്നാണ്? ബാച്ചിലർ പാർട്ടി നമുക്ക് സെറ്റാക്കാം. എല്ലാം പാർട്ടിയല്ലേ, മൊത്തം പാർട്ടിയിലാണ്. ഓക്കെ. അഞ്ജലിയുടെ ഒക്കെ പാർട്ടി എന്തെങ്കിലും ഉണ്ടോ? ബാച്ചിലർ പാർട്ടിയോ? ബ്രൈറ്റ് ഒക്കെ ഉണ്ട്. മേബി 2 വീക്സ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ പോയിട്ട് കേട്ടാ. വെള്ളം ഒഴിക്കണം നീ. വെള്ളം ഒഴിച്ചാലേ ചെടി അതന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചാലേ ചെടി വളരുള്ളൂ. ഈ ഇലയൊക്കെ അവിടെ നിന്ന് വരുമ്പോ കാണുന്നു. അതെ. അങ്ങനെ അവരും പോയി. അപ്പൊ അവരെ കയറ്റി വിട്ടു. എന്താ പറയാ, വണ്ടിക്കകത്തെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവര് പോയി. അപ്പൊ എല്ലാരും ഓരോന്നായിട്ട് ഇങ്ങനെ പോകുമ്പോ ആക്ച്വലി നേരത്തെ പറഞ്ഞതുപോലെ ഒരു നമ്മുടേതായിട്ടുള്ളൊരു സാധനം നമ്മൾ മിസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് പിന്നെ ഇവരെല്ലാരും അത് ഭംഗിയായിട്ട് നോക്കും എന്നുള്ളത് കൊണ്ട് സന്തോഷമുണ്ട്. ഇനി വരുമ്പോ കാണുകയും ചെയ്യാലോ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇന്നിപ്പോ കഴിഞ്ഞു. ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ ഇനിയിപ്പോ കുറെ എന്റെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെ എക്സെട്രാ കുറെ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. പിന്നെ ഒന്നുമില്ല, ഭയങ്കര ക്ഷീണമാണ്. ഇനിയിപ്പോ കുടിക്കണം, ഒന്ന് കിടക്കണം, ഇത്രയേ ഉള്ളൂ.